പ്രാർത്ഥനാ ജീവിതം, പ്രയർ ലൈഫ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പം ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കൂടിയോ കുറഞ്ഞോ? സ്നേഹം, പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറയുക. സ്നേഹം കൂടിയോ? പ്രത്യേകിച്ച് എന്നോട് തെറ്റി വിഷമിക്കരുത്, നമ്മളാണ് ഏറ്റവും സ്നേഹമില്ലാത്തൊരു കൂട്ടർ. ഒത്തിരി പേരുണ്ട് നല്ലവർ, എന്നെ കുറേ പേര് കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ക്രിസ്ത്യാനികളാണ് തമ്മിൽ സ്നേഹം കുറവുള്ളവർ. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കാകെ എത്ര മക്കളെ ഉള്ളൂ? ഒന്നല്ല രണ്ട്. ആ രണ്ടുപേരും വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പലർക്കും ഇല്ല. വേറൊരു കൂട്ടർക്ക് 8ഉം 10ഉം മക്കളുണ്ട്. ആരാന്ന് മനസ്സിലായി കാണും. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് അപ്പൻ കല്യാണം വെച്ച പോലെയാണ് ഫുഡ് കൊടുത്ത് എല്ലാവർക്കും. ഭക്ഷണം ആഘോഷമായ ആദ്യ കുർബാന. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എടാ ഇത്രയും ആഘോഷമാക്കണോടാ ഈ ചെറിയ കാര്യത്തിന്? അപ്പോൾ അപ്പം പറയുകയാണേ, ഇതുങ്ങളുടെയൊക്കെ കല്യാണം നടത്താൻ പറ്റുമെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അത് കറക്റ്റാ. പെൺമക്കളുള്ള എല്ലാവരുടെയും അമ്മമാരുടെ അപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് അത് ഉറപ്പില്ല. എന്നെ ദേഷ്യപ്പെടരുത്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന പെങ്കൊച്ചിനെ കുറിച്ച് അപ്പം പറയുവാണ്, ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കാം, കല്യാണത്തിന് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലെന്ന്. പലർക്കും ഉറപ്പില്ല. അത് മോഹം കണ്ടാൽ അറിയാം. ഞാൻ നോക്കിയിട്ടില്ല. ഉറപ്പില്ല. ആകെ 2 ഉള്ളൂ. ഉറപ്പില്ല. നമ്മൾ വിശ്വാസി നിൽക്കും, ഉറപ്പില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് തമ്മിൽ ഒരു സ്നേഹമില്ല, നമുക്ക് നല്ലൊരു അടിത്തറയുള്ള വളർച്ചയില്ല. എന്നാൽ എല്ലാവരും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൂടുന്നവരാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപയാണ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. ഒത്തിരി പേര് ഒരാളോട് പറയണേ, അച്ഛാ എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അത് സ്നേഹമല്ല. ആണോ അല്ലയോ? സ്നേഹം ഉള്ളിൽ സത്യമാണെങ്കിൽ അത് പ്രകടിപ്പിക്കും. അതാണ് ഈശോ കാണിച്ചു തന്നത്. ഈശോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് 90 വയസ്സ് വരെ ജീവിച്ച് മരിച്ച ആളല്ല. സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിച്ച് തന്ന ആളാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? ഞാനും നിങ്ങളും സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കേണ്ടവരാണ്. നമുക്കതില്ല. കൂടപ്പുറപ്പ് സ്നേഹമില്ല. ഏതോ ഒരു സിനിമാ പാട്ട് പോലെയാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. ബന്ധുക്കൾ ശത്രുക്കൾ. ഒരു വീട്ടിൽ തമ്മിൽ സ്നേഹമുണ്ടോ? ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ചിലർ എന്നോട് ദേഷ്യത്തോടെ ഇരിക്കുന്നു. ഇവിടുത്തെ കാര്യമല്ല. ഞാൻ 288 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പരസ്പരം മിണ്ടുമോ ഇല്ലയോ? ഇന്ന് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ നല്ല മിണ്ടാട്ടം ഉണ്ടോ അവിടെ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരു 4, 8, 10 ഫോണും കാണും. 4 പേരേ ഉള്ളൂ. ഒരാൾക്ക് ഈ കീശയിൽ ഒരു ഫോണും ഇപ്പുറത്തൊരു ചെറിയ ഫോണും പിന്നെ സാധാരണ ഒരു ഫോണും. 3 എണ്ണം വെച്ച് 4, 3, 4, 12 എണ്ണം ഇവർ കാണും. ആരെങ്കിലും മിണ്ടുവോ? ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ കേട്ടോ പറയുന്നത്. നമ്മളെല്ലാം ഫോണിൽ നോക്കുകയുള്ളൂ, നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 4 മുറി കിടക്കാനാണ് ഇഷ്ടം. 4 മുറിയിൽ 4 മുറി കിടക്കും. ഒരു വീട്ടിൽ വീട് പണിയാൻ നേരത്തെ അപ്പം പറയുവാണ്, അച്ഛാ വീടിന് അടിത്തറ കെട്ടിയപ്പോഴേ മക്കൾ പറയുവാണ്, പപ്പ എനിക്കൊരു മുറി വേണം. ചെറിയ പിള്ളേരാ. അടുത്തയാൾ, പപ്പ എനിക്കും അവ ഒരു മുറി വേണം. എല്ലാവർക്കും ഇപ്പം എന്ത് വേണം? അപ്പോൾ ഭാര്യയും പറഞ്ഞു, എനിക്കും ഒരു മുറി വേണം. എല്ലാവർക്കും മുറി വേണം. പണ്ടെല്ലാം കൂടി ഒരു മുറിയിലായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഒരു മുറി വേണം. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഫോൺ ആയതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഇവിടെയൊന്നും അല്ല. ഇപ്പം ബന്ധങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെയുള്ളവരോട് മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെയുള്ളവർ മിണ്ടുന്നത് ഉസ്ബെക്കിസ്ഥാനുള്ള ഒരുത്തനോടാണ്. അവിടെയാണ് ജോലി. ഇവിടെയുള്ള ഒരുത്തി മിണ്ടുന്നത് ലസ്ബെക്കിസ്ഥാൻ, ആ രാജ്യമുണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഏതോ ഒരു രാജ്യത്തുള്ള ആൾക്കാരോടൊക്കെയാണ് മിണ്ടുന്നത്. അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് മിണ്ടുകയാണ് രാത്രി 1, 2 മണി 3 മണി വരെ. അപ്പോഴാണ് ആ വീട്ടുകാർ പറയുന്നത്, അച്ഛാ ഇവർ വായിലൊരക്ഷരം മിണ്ടില്ല, പക്ഷേ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളിവിടെയുള്ള ആരോടും മിണ്ടില്ല, എവിടെയുള്ളവരോടൊക്കെ മിണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്.
നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നല്ല വർത്താനം പറയുന്നത്? നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു 7 മണിക്ക് ഒരാൾ മരിച്ചു എന്ന് കരുതുക, 8 മണിക്ക് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ 8:05 വീട്ടിൽ പറയുന്നൊരു വാക്കെന്നറിയോ? ഇതെങ്ങനെ പറയും? ശോടാ, നല്ലൊരു മനുഷ്യനായിരുന്നു, നന്നായിട്ട് കുടുംബം നോക്കിയാൽ. ഇതെപ്പോൾ പറയേണ്ടതാ? ഇത് ചെവി കേൾക്കാൻ പറ്റുമ്പം പറയേണ്ടതായിരുന്നു. ഇത് പറയാത്തതുകൊണ്ടാണ് പുള്ളി 8 മണിക്ക് മരിച്ചു പോയത്. എൻ്റെ അവിടെ എല്ലാവരും എതിരായി പോയി, പുള്ളി വിഷമം കൊണ്ട് മരിച്ചു പോയതാ. മരിച്ചു കഴിയുമ്പോൾ നേഴ്സുമാർ നമ്മുടെ ചെവിയിൽ 1 കിലോ പഞ്ഞി ഇവിടെയും 1 കിലോ പഞ്ഞി ഇവിടെ അടിച്ചു കയറ്റും, പൊട്ടിയിട്ട് അടച്ചു പൂട്ടും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഒന്നും കേട്ടിട്ടില്ല പുള്ളി. ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കാണെന്ത്? നല്ലത്. നല്ല മാല കുടുംബം നോക്കി നല്ലത് പറയും. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിയുമ്പോഴാണോ നമ്മൾ 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 എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട്. ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചു കഴിഞ്ഞിട്ടാണോ നമ്മൾ പൂക്കൾ കൊടുക്കുന്നത്? പൂക്കൾ. ഇപ്പോൾ ഒരാളിവിടെ മരിച്ചെന്നിരിക്കട്ടെ, ഇവിടെയല്ല, അവിടെ ഒരു മരിച്ചു. അന്നേരം വീടിൻ്റെ മുറ്റത്തുനിന്നൊരു ഫോൺ വിളിക്കും. എങ്ങോട്ടെന്നറിയാം? ബാംഗ്ലൂർക്ക്. ഞാൻ കേട്ടതാണ്. മരിച്ച ഉടനെ മകൻ മുറ്റത്ത് ബാംഗ്ലൂർക്ക് എടാ നാളെ ആ ഗോൾഡൻ ബസ്സിന് ഒരു 10,000 രൂപയുടെ പൂ കൊടുത്തു വിടാൻ പറ്റുമോടാ? എടാ ഒരു 10,000 രൂപയുടെ പൂ. എന്താടാ? അമ്മ മരിച്ചു. അമ്മ എത്ര വയസ്സുണ്ടായിരുന്നു? 93 വയസ്സുള്ള അമ്മ മരിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോൾഡൻ ബസ്സിന് 10,000 രൂപയുടെ പൂ വരും. 93 ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഈ വേട്ടാവളിയൻ ഒരു തൊട്ടാവാടി പൂ കൊടുത്തിട്ടില്ല. ഏത് പൂവാണ് കൊടുത്തിട്ടില്ലാത്തത്? നിങ്ങൾ മറ്റേ പേരെ ഓർത്തിരിക്കുന്നത്, അതല്ല. തൊട്ടാവാടി ഇവിടെ ഉണ്ടോ? അത് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് അവൻ ബാംഗ്ലൂരിൽ നിന്ന്. നമ്മൾ മരിക്കുമ്പോഴേ നഴ്സുമാർ നമ്മുടെ ഈ മൂക്കിലും 1/2 കിലോ പഞ്ഞി കയറ്റി സെറ്റാക്കും. പിന്നീട് ഒരു മണം അറിയത്തില്ല. അന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് 10,000 രൂപയുടെ പൂ. ഇതെന്നാ ഊട്ടി ഫ്ലവർ ഷോ വരാൻ പോവാണ് ഇവിടെ. ചില വീട്ടിൽ മരിച്ചു കിടക്കുന്ന പെട്ടിയും അവരെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും കണ്ടാൽ നമുക്ക് തോന്നും ഫ്ലവർ ഷോയാന്ന്. സത്യസന്ധമായിട്ട് പറയാം, ഫ്ലവർ ഷോ പോലെ സെൽഫി എടുക്കാനൊക്കെ തോന്നും. അത് അലങ്കരിക്കാൻ വാട്ടർ ലെവലിൽ കിടത്തും നമ്മളെ. വാട്ടർ ലെവലിൽ നോക്കുകയൊക്കെ ചെയ്യും. അതിന് പ്രത്യേക സെറ്റപ്പുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ വലിയ കാര്യമായ ഒരു സ്നേഹമില്ല. കുറേ പൂവും ഇനി ജീവിച്ചിരിക്കുമ്പോൾ ചെരുപ്പ് മേടിച്ച് കൊടുക്കാത്തവൻ ഷൂ മേടിച്ച് കൊടുക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഷൂ. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദൂരയാത്രകളൊന്നുമില്ല, നമ്മൾ മത്സരത്തിന് ഓടുന്നില്ല. പക്ഷെ അന്നേരം വീട്ടുകാർ നല്ല ഷൂ മേടിച്ചു. ഒരു വീട്ടിലൊരച്ഛൻ മരിച്ച വീട്ടിൽ ചെന്ന് ഒപ്പീസിയല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ അന്നാമ്പള്ളം തളിച്ചു പോയപ്പോൾ കണ്ടു, അമ്മച്ചിയാണ് മരിച്ചത്. അമ്മച്ചിയുടെ കാലിവിടെയും ഷൂ ഇവിടെയും. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പം അച്ഛൻ ചെവി പറഞ്ഞിടാ, ഷൂവേ പെട്ടിയുടെ സൈഡിലാണ് വച്ചിരിക്കുന്നത്, അമ്മച്ചിയുടെ കാലയിൽ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, ഷൂ വന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ കാല് മരച്ചു പോയി, ഇനി അനങ്ങത്തില്ല. അതുകൊണ്ട് ഇനി കാല് കയറണമെങ്കിൽ ഷൂ മുറിക്കണം അച്ചോന്ന്. അതുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഷൂ പെട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയും വച്ചിരിക്കുവാണ്. കാലിവിടെ ഷൂ ഇടാണ്ട് ബാംഗ്ലൂരിൽ നിന്നുണ്ട് പൂ ഇടയ്ക്കിട്ട് ഈ അതിനകത്ത് വച്ചിരിക്കുന്ന പോലെ വച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഷൂ. ഇനി മരിച്ചു കഴിഞ്ഞ് 41 നമ്മൾ പോയി നോക്കിയാൽ വീട്ടിൽ ഒരു കല്യാണത്തിന് സദ്യ ആയിരിക്കും. നമ്മളോട് ചോദിക്കും, ചിക്കൻ എടുക്കട്ടെ, കാട വറുത്തെടുക്കട്ടെ. നമുക്ക് തന്നെ തോന്നും കല്യാണമാണോ 41 നാം സംശയം തോന്നും. നമുക്ക് സ്നേഹം കുറഞ്ഞു പോയി. മരിച്ച വീട്ടിൽ തന്നെ പോയി നോക്കിക്കേ, ഒരു കല്യാണ വീടിൻ്റെ അന്തരീക്ഷം ആർക്കും ഒരു ദുഃഖം കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില മരിച്ച വീട്ടിൽ ചെന്നാലേ നമ്മൾ ഓർക്കും ഇവരെയൊക്കെ എന്താ സിനിമയിലെടുക്കാത്തതെന്ന്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ അത്രയും അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേര് ഈ മരിച്ച വീട്ടിലുണ്ട്. എപ്പോഴാണെന്നറിയോ? നിങ്ങളൊന്ന് കാണാൻ വേണ്ടി പോകണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുമ്പോൾ, ഞാൻ നമ്മുടെ പള്ളിയിലെ അവിടുത്തെ അടക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവിടെ അടക്കെന്ന് പറയുമ്പോൾ അവിടെ ഈ സീറോ മലബാറിൻ്റെ അടക്കാണ് പറയുന്നത്. യാക്കോബായ സഭയിലെ അടക്കിൻ്റെ കാര്യമല്ല, എനിക്കറിയില്ല. അപ്പോൾ ഈ അടക്കിന് വെച്ച് കഴിഞ്ഞാലേ പ്രാർത്ഥന കഴിയുമ്പോഴേ ഒരു വെള്ളം ഇട്ടൊരു ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെടും മരിച്ച വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്നൊരു വിളിക്കും. എന്നാ വിളിക്കുന്നറിയോ? ഫോട്ടോ എടുക്കുക ചടങ്ങുണ്ട്, അതിൻ്റെ പേരെന്താ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എടാ തങ്കച്ച അവളെ വിളിക്കുക എന്നത്തിനാ? ഇവിടെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാ. അപ്പം നമ്മൾ നോക്കുക, ആരുടെ തങ്കച്ചൻ? ഇവിടെയുള്ള തങ്കച്ചനല്ല, മേരിയൊക്കെ വരുവേ.
അപ്പം ഇവരൊക്കെ വരുമ്പോൾ നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെയാണ് വരുന്നത്. ഈ പെട്ടിയുടെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇവർ ചളുക്കി ഇത് ഒപ്പീസിൻ്റെ പോലെ ആക്കും, മരിച്ച പോലെ ആക്കും. അപ്പം നമുക്ക് മനസ്സിൽ തോന്നും ഇവരെയൊക്കെ എന്താവും സിനിമയിലെടുക്കുക, എന്തോ ഒരു അഭിനയമാണിത്, കറക്റ്റായിട്ട് അവർ അഭിനയിക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് പെട്ടെന്ന് മുഖം കോട്ടുക, ഭയങ്കര അഭിനയം. എന്തോ ഭാഗ്യമില്ലാത്തതുകൊണ്ട് സിനിമയിൽ എടുക്കാതെ പോയതാണ്, അല്ലെ എടുക്കേണ്ടതാണ്. നല്ല അഭിനയം. മരിച്ചു വീട്ടിൽ ചെന്നാൽ അഭിനയിക്കുന്നവരെ കാണാം, സ്നേഹമില്ലാത്തവരെ കാണാം. സ്നേഹമില്ലാത്തവർ ഇനി ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്തതും മരിച്ചു കഴിയുമ്പോൾ ക്യൂ നിന്ന് കൊടുക്കും. എന്താ അത്? അതിവിടെ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഉമ്മ കൊടുക്കുന്നുണ്ട് പലർക്കും, അത് പല സ്ഥലത്തേക്കാണ് പോണത്. കൊടുക്കേണ്ടതാർക്കാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്? കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ കൊടുക്കുന്ന എങ്ങനെയെന്നറിയോ? കൊടുക്കേണ്ടാത്തവർക്ക്, കൊടുക്കേണ്ടാത്ത ആളുകൾക്ക് എപ്പോഴൊക്കെയോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. ഞങ്ങളുടെ അവിടുത്തെ അടക്കിന് പ്രത്യേകതയുണ്ട്. മരിച്ചു കഴിഞ്ഞ് ഈ പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് കുഴിയുടെ അടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇടുമ്പോഴേ ഒരു ചങ്ങായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയാണ്, ചങ്ങായി എന്ന് വിളിക്കും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ വാക്ക്? ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളെ ഈ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന പോലെ തുണിയായിട്ട് നിൽക്കും ഒരു ചേട്ടൻ. ആര്? അപ്പോൾ ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ ചുംബിച്ച് പോകുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ഒരാളെ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് ഓരോ തുണിയിടും. അപ്പം ശരിക്കും നമുക്ക് ഈ തുണിയിടുന്ന ആളെ കണ്ടാൽ ഇങ്ങനെ തന്നെയാണ് പൊറോട്ട അടിക്കുന്നവർ തോന്നും. ശരിക്കും പൊറോട്ട അടിക്കും മരിച്ച്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഈ തുണിയെ മുത്തും. ചില ആളുകൾ ഈ തുണി മാറ്റിയിട്ട് മുത്തും. അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യൂവിൽ നിന്ന് കൊടുക്കും, ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന. നമ്മുടെ സ്നേഹം ഇതാ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നോടും നിങ്ങളോടും പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണമെന്നാണ്. ആണോ അല്ലയോ? അതെ. ഉദാഹരണം പറയട്ടെ. ചേട്ടൻ ഗൾഫിൽ പോയി. ചേട്ടൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു, അനിയൻ്റെ ഭാര്യ അനിയനോട് പറഞ്ഞു, ചേട്ടനോട് ചോദിക്കും, എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്കും ദുബായിൽ എവിടെയെങ്കിലും കിട്ടും, പോ. അങ്ങനെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അനിയൻ ചേട്ടനോട് ചോദിക്കും, തലയെ ചൊറിഞ്ഞുകൊണ്ട്, എടാ എനിക്കും എന്തെങ്കിലും ഒരു പണി. അവൻ അന്നേരം പറയുന്ന ഡയലോഗ് ഇങ്ങനെയായിരിക്കും, ക്രിസ്ത്യാനിയാണെങ്കിൽ. എന്നാ പറയുന്നറിയോ? എടാ അവിടെ ഭയങ്കര ചൂടാ, 4 മാസമായിട്ട് സാലറി കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുവാന്ന് ഓർത്തിരിക്കുക. ഇതേ പറയുള്ളൂ. വേറൊരു മതത്തിൽപ്പെട്ട ഒരുത്തൻ ആ ഗൾഫിൽ പോയെങ്കിലുണ്ടല്ലോ, അവൻ തൃച്ചിനാപ്പള്ളിയുള്ള ബന്ധുക്കളാണെന്ന് തോന്നുന്നവരെ വരെ അവിടെ കൊണ്ടുപോകും. ആരാന്ന് പിടികിട്ടി കാണും. ചില ആൾക്കാർ പോയാൽ അവരുടെ കുടുംബക്കാരെ മുഴുവൻ എങ്ങനെയും അവിടെ എത്തിച്ച് രക്ഷപ്പെടുത്താൻ നോക്കും. നമ്മളൊരാൾ രക്ഷപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം ഈ ഗ്ലാസിൻ്റെ അത്രയേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബക്കാരെ കൂടി രക്ഷപ്പെടുത്തണം കേട്ടോ. അതിനുവേണ്ടി ഈ ധ്യാനം കൂടുന്നത്. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ, എനിക്കിവിടെ 10 രൂപ കിട്ടിയെങ്കിൽ 10 രൂപ കിട്ടാനുള്ള വഴി 10 പേർക്കും കൂടെ തുറന്നു കൊടുക്കണം. അല്ലാതെ ഹല്ലേലൂയ പറഞ്ഞ് തൊണ്ണ പൊട്ടിച്ച് ഭയങ്കര അഭിഷേകമായിരുന്നു എന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞു പോകുന്നതിൽ ഒരഭിഷേകവും ഇല്ല. പക്ഷെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന, എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ, ആ അവസ്ഥയിലേക്ക് പലരെയും ഉയർത്തിയാൽ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ ദൈവം ഉയർത്തുന്ന ആളെ, മക്കളെ ഇസ്രായേലിൽ, വേറൊരു മകനെ കാനഡയിൽ ഒക്കെ കിട്ടും. അപ്പോൾ എൻ്റെ മകനെ രക്ഷപ്പെടുത്തി വീട് വെച്ചു, എനിക്കിഷ്ടം പോലെ പൈസയായി, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ ചിന്തിക്കരുത്. രക്ഷപ്പെടാത്ത എൻ്റെ കുടുംബക്കാർ കുറേ പേര് അവിടെ ഇവിടെയും കിടപ്പുണ്ട്. അവരെയും കൂടി എങ്ങനെയേലും പിടിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കയറ്റി വിടുമ്പോൾ പേടിക്കരുത്, എൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോകുമെന്ന്. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം എനിക്കുള്ള അനുഗ്രഹം വർദ്ധിച്ചേ വരുള്ളൂ. ദൈവവചനത്തിൻ്റെ കണക്കെന്നറിയോ? കൊടുക്കുവിൻ തീർന്നു പോകുന്നല്ല, പിന്നെയോ കൊടുക്കുവിൻ നിറച്ചളർന്ന് മടിയിലിട്ട് ഇഷ്ടം പോലെ തരുന്ന. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സ്നേഹത്തെ, പ്രാർത്ഥന ഇല്ലാത്തത് സ്നേഹം കുറച്ചു. സ്നേഹം വല്ലാണ്ട് കുറഞ്ഞു പോയി നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തെളിവ് പറയാം. മക്കൾക്ക് പോലും മാതാപിതാക്കളോട് സ്നേഹം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. എത്ര അപ്പന്മാരാ പറയുന്നറിയോ? മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. മക്കൾക്ക് പോലും ഒരു സ്നേഹമില്ല. ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി സൗന്ദര്യവും ഇച്ചിരി കാറും ഒരു ചൊക്കട വീടും വന്നപ്പം പ്രാർത്ഥന കുറഞ്ഞു പോയി.
അത് നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തെ വല്ലാതെ കുറച്ചു. സ്നേഹം കുറഞ്ഞു. ഉദാഹരണം പറയാം, 10-30 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ വീടിരിക്കുന്ന ഒരു വീട്, പഴയ പണക്കാർ, തൊട്ടടുത്ത വീട്ടിലൊരു പാവപ്പെട്ട മനുഷ്യൻ, എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണക്കാരൻ. അപ്പോൾ ഈ പണക്കാരനായ ഈ മനുഷ്യൻ എന്നും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, ഡാ നീ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ മക്കളെ കെട്ടിച്ചു വിട്ട് നല്ല നിലയിലാക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ആര്? പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ കളിയാക്കി. ഇയാൾക്കുണ്ട് 3 മക്കൾ, ഇയാൾക്കുണ്ട് 3 മക്കൾ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ 3 മക്കളെയും നല്ല നിലയിൽ കെട്ടിച്ചു വിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രാർത്ഥിക്കാത്ത മനുഷ്യന് വീടുണ്ട്, കാറുണ്ട്, മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ കിടന്ന് ചേട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര അടി. എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തമ്മിലുള്ള അടിയല്ല, പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കാണ്. ഇതാണെങ്കിൽ വിദ്യാഭ്യാസം ഇനി പഠിക്കാനില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയ പെണ്ണുങ്ങളാണ്. പഠിച്ചു ലാസ്റ്റ് എത്തിയവരാണ്. അത്രയും പഠിപ്പുള്ളവർ വീട്ടിൽ കിടന്ന് കടിപിടി കൂടിയിട്ട് അയൽവാസികൾ പറയാണ്, ദേ ആ വീട്ടിലെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ തമ്മിലേ മുറ്റത്ത് കിടന്ന് ഇന്നലെ കടിപിടിയായിരുന്നു എന്ന്. ആരാ കടിപിടി കൂടുന്നേ? പട്ടികളാണ്. സ്കൂളിൽ പോകാത്ത പട്ടികൾ പോലും ഇന്ന് കടിപിടി കൂടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ടൗണിൽ പോയി നോക്കിയോ, പട്ടികളൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യത്തിലായി കഴിഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം, നമ്മൾ ബുദ്ധിയുള്ളവർ ഐക്യമില്ല. ഒരു സ്ഥലത്ത് പോയി ഒരു പട്ടി കടിക്കാൻ വന്നപ്പോഴേ ഒരു ചെറിയ കല്ലെടുത്ത് പോ പട്ടി എന്ന് പറഞ്ഞ് ഒറ്റ ഏറെറിഞ്ഞു. ആ പട്ടി ഭേന്നൊരു ഒച്ചയും വെച്ചു. അപ്പോൾ ഉണ്ട് കാലില്ലാത്തതും കൈയില്ലാത്തതും ചെവിയില്ലാത്തതും അവനെ കൊണ്ട് ആ പല വഴിക്ക് നമ്മൾ ഓടിപ്പോണ്ട് വന്നു. ഒരുത്തനെ തൊട്ടപ്പോഴേ ഒന്നും അൽസേഷൻ പട്ടികൾ, വെറും കില്ലപ്പട്ടികളാണ്. ഒരെണ്ണത്തിന് കൈയില്ല. ആരോ വാല് തല്ലി ഓടിച്ചാൽ താന്നാ കിടക്കുന്നത്. എന്നാലും ഉണ്ടല്ലോ തത്തി ഇവൻ എന്നാ ഒച്ച വച്ചെന്ന് അറിയാൻ വേണ്ടി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുക. പണ്ട് കുറേ പട്ടികളുണ്ടായിരുന്നു. ആ ഒരെണ്ണം എറിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ വന്ന് അതിനെ കടിച്ചേനെ. ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് വരെ ഉണ്ടല്ലോ ഭയങ്കര കൂട്ടായ്മയാണ്. ബുദ്ധിയും വിവരമുള്ളവർ നമ്മൾ തമ്മിൽ ദേ കടിപിടി കൂടുകയാണ്. അങ്ങനെ ചേട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യയെ കടിച്ചു പറിച്ചു. ആരും എന്ന് വെക്കരുത്, ആഫ്രിക്കയിലല്ല. ആഫ്രിക്കയിലായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചേനെ എന്ന് വെക്കാൻ. ഇത് മലയാളികളാണ്. കടിച്ചു പറിച്ചിട്ട് ആശുപത്രിയിൽ പോയി. കൈയുടെ ഈ ഭാഗമാണ് കടിച്ചു പറിച്ചത്. അങ്ങനെ ഇത് വീട്ടുകാരെല്ലാം ഇടപെട്ടിട്ട് പെട്ടെന്ന് വീട് വെച്ച് മാറി താമസിക്കടാ അവനെന്ന് പറഞ്ഞു. അവനെ മാറ്റി താമസിപ്പിക്കടാ, വീട്ടിൽ തമ്മിൽ നാണക്കേടാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു വീടൊക്കെ തട്ടിക്കൂട്ടി മാറാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുമ്പോഴേ പറഞ്ഞു തീർത്ത പ്രശ്നം. സ്ത്രീകൾക്കൊരു പ്രശ്നമാണ്, ഒരിക്കലും മറക്കത്തില്ല. മറക്കുവോ? മറക്കില്ല. ആണുങ്ങളാണ് എന്തെങ്കിലും മറക്കും, പോട്ടെന്ന് നോക്കും. ഈ കൈയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ, അവർക്ക് ഒരു കൊച്ചുണ്ട്. ഒരു കൊച്ച് ഈ കടി കൊണ്ട ചേച്ചി ചേട്ടൻ്റെ ഭാര്യേനെ അല്ല കടിച്ചു പറിച്ചത്, അവരുടെ 1-2 വയസ്സുള്ള കൊച്ചിൻ്റെ ചെവി കടിച്ച് തുളച്ച് കളഞ്ഞു. വാശി തീർത്താണ്. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, അച്ഛാ സ്ത്രീകളെ ഒന്നും മറക്കില്ല അച്ഛാ, എല്ലാം മനസ്സിൽ വെക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ഇവർ തന്നെയാണ് പറഞ്ഞത്. അതൊരു ചേട്ടനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി. അപ്പോൾ ഒരു 35 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് ഫോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഭാര്യയായി ഒരു പ്രശ്നമായി. ഭാര്യ ഉടനെ ആങ്ങളമാരോട് ചെന്ന് പറഞ്ഞിട്ട് ആങ്ങളമാരെല്ലാം കൂടെ വന്ന് ഇയാളെ ഇടിച്ചിട്ട് ഈ കാലേ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. പെങ്ങളുടെ കാലത്തോട്ട് ക്ഷമ ചോദിക്കണം. ആങ്ങളമാർ ഇടിച്ച് ശരിയാക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞാണ്, എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി. ഇപ്പം എത്ര വർഷം കഴിഞ്ഞു? 30-35 വർഷമായി അവരുടെ മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. എന്നാലും ഇന്നും ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ അടുക്കളയിലെ കത്തി എടുത്തോണ്ട് ഇങ്ങനെ ബഹളം വെച്ച് വരും. അല്ലേലും നിങ്ങൾ 38 വർഷം മുമ്പെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കും, എടി നീ അത് മറന്നില്ലേന്ന്. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് പറയും, ഞാൻ അങ്ങനെ മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ആക്ഷൻ ആ ചേച്ചി, എൻ്റെ ആക്ഷൻ അല്ല കേട്ടോ, ആ ചേച്ചിയുടെ ആക്ഷൻ ശ്രദ്ധിച്ചോ. ഞാൻ അങ്ങനെയൊന്നും മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ഒന്നും മറക്കില്ല. ആര്? ഒന്നും മറക്കത്തില്ല. ഒന്നും പുറമേ ചിരിച്ചൊക്കെ ആണുങ്ങൾ തമ്മിൽ വലിയ ഗുണ്ടകളാണെങ്കിൽ പോലും പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീരും. അത് പറയാൻ വേണ്ടി വന്നാൽ അത് പോട്ടെ. എന്താ പറഞ്ഞു വന്നത് മറന്നുപോയി. കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട്
ഇപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത്, എടാ പ്രാർത്ഥന ഇല്ലാത്തതിൻ്റെ കുറവ് എൻ്റെ കുടുംബത്തിൽ തമ്മിത്തല്ലും വഴക്കും ഉണ്ടായപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇന്ന് ആ കുടുംബത്തിൽ പ്രാർത്ഥന കയറി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയുള്ള കുടുംബം തമ്മിത്തല്ലി ചെതറിപ്പോകില്ല. പ്രാർത്ഥനയുള്ള കുടുംബം ഒരു കുടുംബത്തിൽ ഒരു കൊടക്കീഴിൽ എന്ന പോലെ ദൈവം